നമസ്കാരം. കിറ്റക്സ് കേരളം വിടുന്നുവെന്ന സാബു എം ജേക്കബിന്റെ പ്രഖ്യാപനത്തിൽ മറുപടിയുമായി വ്യവസായ മന്ത്രി പി രാജീവ് രംഗത്ത്. കേരളത്തിൽ വ്യവസായം തുടരാൻ താല്പര്യമില്ല എന്ന സാബുവിന്റെ വാക്കുകൾക്കാണ് രാജീവ് മറുപടിയുമായി രംഗത്ത് വന്നത്. വിദേശ നിക്ഷേപത്തിൽ കേരളം ഒന്നാമതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ആന്ധ്രാപ്രദേശിനെയും പഞ്ചാബിനെയും പിന്തള്ളിയാണ് ഈ നേട്ടം കേരളം കൈവരിച്ചത്. സാബുവിൻ്റേത് രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രതികരണമെന്നും രാജീവ് പറഞ്ഞു. വ്യവസായിയുടേതല്ല ഈയൊരു ഭാഷയെന്നും രാജീവ് ഓർമ്മിപ്പിച്ചു. കിറ്റക്സ് വളർന്നത് കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണം. മനസ്സമാധാനം വേണമെങ്കിൽ അവൻ തന്നെ വിചാരിക്കണം. കേരളം വേണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞവർ ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നുണ്ടെന്നായിരുന്നു മന്ത്രി പരിഹസിച്ചത്. കിറ്റക്സ് ഇത്രയും വളർന്നത് കേരളത്തിൽ നിന്നുകൊണ്ടാണ്. അത് തന്നെ ഒരു നേട്ടമല്ലേ? ദാവോസിൽ നടന്ന പരിപാടിയിൽ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ കേരളത്തെ പ്രശംസിച്ചിട്ടുണ്ട്. വിദേശ നിക്ഷേപത്തിൽ 100% വളർച്ച നേടിയ സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ ആന്ധ്രയേക്കാൾ മുന്നിലാണ് കേരളത്തിൻ്റെ സ്ഥാനം. ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ HCL നാളെ കേരളത്തിൽ വലിയ ക്യാമ്പസ് തുറക്കാൻ പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എറണാകുളത്തെ കിറ്റക്സ് പ്ലാന്റിൽ എത്തിയതെന്ന് ആന്ധ്ര ടെക്സ്റ്റൈൽ മന്ത്രി സവിത പ്രതികരിച്ചു. സന്ദർശനത്തിൽ വളരെ തൃപ്തി തോന്നിയെന്ന് മന്ത്രി സവിത പ്രതികരിച്ചു. സാബു എം ജേക്കബിനെ ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു. നിക്ഷേപം സംബന്ധിച്ച് തുടർ ചർച്ചകൾക്ക് സാബു എം ജേക്കബിനോട് നേരിട്ട് ആന്ധ്രയിലെത്താൻ മന്ത്രി ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഇനി വ്യവസായം തുടരാൻ താൽപ്പര്യമില്ല എന്ന് കിറ്റക്സ് MD സാബു എം ജേക്കബ് പ്രതികരിച്ചിരുന്നു. 3500 കോടി രൂപയാണ് തെലങ്കാനയിൽ നിക്ഷേപിച്ചത്. സംസ്ഥാനം ബുദ്ധിമുട്ടിച്ചത് കൊണ്ടാണ് അന്ന് തെലങ്കാനയിൽ പോയത്. ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് ക്ഷണം വന്നിരിക്കുന്നു. ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യക്ക് വലിയ സാധ്യതയാണുള്ളത് എന്നും സാബു എം ജേക്കബ് ചൂണ്ടിക്കാട്ടി. ലോകത്തെ ട്രേഡ് സംവിധാനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്ര മുഖ്യമന്ത്രിയുടെ സൗകര്യം നോക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ ചർച്ച നടത്തും. കേരളത്തിൽ തുടർ നിക്ഷേപം നടത്താൻ താൽപ്പര്യമില്ല എന്നും സാബു പറഞ്ഞിരുന്നു. തെലങ്കാനയിലെ പോലെ ആന്ധ്രയിലും വ്യവസായത്തിന് വലിയ സാധ്യതകളുണ്ട് എന്നാണ് വിലയിരുത്തൽ. വ്യവസായ മേഖല വളർത്തിയെടുക്കാനുള്ള ആന്ധ്ര സർക്കാരിൻ്റെ നടപടിയുടെ ഭാഗമായാണ് ക്ഷണം ലഭിച്ചത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ പിന്നിലുള്ള ആന്ധ്രയെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ക്ലോത്തിങ് നിർമ്മാതാക്കളായ കിറ്റക്സ് ഗാർമെൻറ്റ്സിനെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. LDF സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് കേരളത്തിലെ ബിസിനസ്സിൻ്റെ വലിയൊരു ഭാഗം സാബു എം ജേക്കബ് തെലങ്കാനയിലേക്ക് പറിച്ചു തട്ടിയിരുന്നു. 3500 കോടി രൂപ നിക്ഷേപത്തിൽ ഹൈദരാബാദിലും വാറങ്കലിലുമാണ് കിറ്റക്സ് ഗ്രൂപ്പ് പുതിയ കമ്പനികൾ സ്ഥാപിച്ചത്. വാറങ്കലിലെ കമ്പനി കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 250 ഏക്കർ വീതമുള്ളതാണ് 2 കമ്പനികളും. 12,000 പേർക്ക് ഇവിടെ തൊഴിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഹൈദരാബാദിലേത് 2026 ഡിസംബറിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്ന കമ്പനി വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 14,000 പേർക്ക് തൊഴിൽ ലഭിച്ചേക്കും. കിഴക്കമ്പലത്തെ ഫാക്ടറിയിൽ ഇപ്പോൾ 11,000 ജീവനക്കാരാണ് ഉള്ളത്. 2021 തൻ്റെ ബിസിനസ്സിൻ്റെ വലിയ ഭാഗം തെലങ്കാനയിലേക്ക് മാറ്റുകയാണെന്ന് സാബു പ്രഖ്യാപിക്കുന്നത്. തെലങ്കാനയ്ക്ക് പിന്നാലെ ആന്ധ്രയിലേക്കും കിറ്റക്സ് വ്യാപിപ്പിക്കുമ്പോൾ കിറ്റക്സ് പൂർണ്ണമായും കേരളം വിടുമോ എന്ന ആശങ്കയാണ് കേരളത്തിലുള്ളത്. എന്തായാലും കാത്തിരുന്ന് കാണാം കിറ്റക്സ് പൂർണ്ണമായും കേരളം വിടുമോ എന്ന്.